സ്കൂളിൽ പോയില്ലേ? ശനിയാഴ്ചയല്ലേ? എവിടെയൊക്കെ പോയി? തൃശ്ശൂര്, എറണാകുളത്ത്. വിശാലടുത്ത് എന്ത് പറഞ്ഞു? എന്നാ MBA ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്? ആ കാര്യം ഞാൻ മറന്നു, വിട്ടു. പോട്ടെ, വല്ല ഗുമസ്തപ്പണി കിട്ടിയാലും മതി. അതേ ഇപ്പൊ മോഹമുള്ളൂ. അരിഷ്ടിച്ച് കഴിയാച്ച മാസം ഒരു 350 ഉറുപ്പ്യ ഉണ്ടാവോ ടൗണിലൊക്കെ? എന്നാ നീ വല്ല പണിയും കണ്ടു വെച്ചിട്ടുണ്ടോ? എനിക്കും ഇത് പറയേ, ഒരു 350 ഉറുപ്പ്യ കൊണ്ട് കഴിയാൻ പറ്റുമോ? അരിഷ്ടിച്ച കയ്യിലൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്നാ പഠിക്കുന്ന നേരത്തെ ആവശ്യത്തിന് പണം കിട്ടിയിട്ടുള്ളത്? 4 ഷർട്ടും പാനും കൊണ്ട് 5 കൊല്ലം ഞാൻ കോളേജിൽ പോയത്. പരാതിയല്ല, അച്ഛൻ അത്ര അയക്കാൻ പറ്റിയിരുന്നുള്ളൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് എന്താ കുറവ്? വലിയ വീട്, പറമ്പ്. എന്നാലേ ഇനിയും പഠിക്കാൻ ചേരണം. പണം മാസാമാസം എത്തും. ഞാൻ അയക്കും. ഭ്രാന്ത്. നിനക്ക് ചെലവില്ലേ? ഈ ചെറിയ ശമ്പളം വെച്ചുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ അയക്കി. ഭ്രാന്ത് പറയാതെ. എനിക്കെന്താ ചെലവ്? ഞാൻ കണക്കൊക്കെ ശരിക്ക് കൂട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ഷൈലോക്ക് അമ്മക്കുട്ടിക്ക് കണക്ക് തെറ്റില്ല. ഞാൻ അമ്മാവനോട് പറയട്ടെ. നിനക്ക് നീ അങ്ങനെ വല്ലതും അവിടെ പോയി പറഞ്ഞ ഇവിടെ അട്ടഹാസങ്ങൾ ഉണ്ടാവും. പിന്നെ വെട്ടി നുറുക്കിക്കളയും. മകളുടെ ഭർത്താവിനോട് പോലും പറയാൻ അഭിമാനം സമ്മതിക്കാത്ത ആളാ. എന്നെ കാണണം. അതിന് ബെറ്റ് വേറെ. ധൈര്യമുണ്ടോ? അതിനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം. കണ്ടോളൂ. എറണാകുളത്ത് പോകാനുള്ള ഏർപ്പാട് എന്താച്ചാ ചെയ്തോ. അമ്മുക്കുട്ടിയുടെ ശമ്പളം ഇവിടെ എന്നോട് സൂക്ഷിക്കാനാ പറയണ. തൽക്കാലം അതെടുക്കാം. അവള് പറഞ്ഞ പോലെ പണം വെറുതെ ഇരുന്നാ ഇരട്ടിക്കില്ലല്ലോ. പക്ഷേ അമ്മുക്കുട്ടിക്കും സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അവൾക്കെന്താ ചെലവ്? പിന്നെ അവളെന്ന് പറഞ്ഞാൽ അന്യല്ലല്ലോ. അവക്കാരാ ഉള്ളത്? നമ്മളൊക്കെ തന്നെ. അവക്കൊരാവശ്യം വരുന്ന കാലത്ത് ഒക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെ. അവളുടെ അമ്മയ്ക്കും യോഗം ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് 10 അക്ഷരം പഠിപ്പിച്ച് അവളെ കൊണ്ട് അനുഭവം ഉണ്ടാവണ കാലായപ്പോ നിന്റെ അമ്മയ്ക്കും അവളെ കഴിച്ചിട്ടേ ഒരാളുണ്ടായിരുന്നു. എന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല, മനസ്സ് അത്ര നല്ലതായിരുന്നു. ആ ഗുണമൊക്കെ ഇവക്കും കിട്ടിയിട്ടുണ്ട്. നന്നായി വരട്ടെ. എന്നോ യാത്ര? നീ എന്നെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് പെടുത്തിയത്. കടപ്പാടുകൾ ആരിൽ നിന്നായാലും കടപ്പാടുകൾ കാൽച്ചങ്ങലകളാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നോക്കൂ, ഞാൻ കെട്ടിയിടാൻ വരുന്നില്ല. ത്യാഗം ചെയ്ത് വലുതാക്കിയത് ഈ ഞാനാണെന്ന് അവകാശം പറയാനും വരില്ല. ആവശ്യങ്ങൾ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഞാനുണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. പണം പലിശ സഹിതം ഞാൻ പിന്നെ അമ്മാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തോളാം. പിന്നെന്ത് കടപ്പാട് രാജേട്ടന്? നാളെ പോവാ. പിന്നെ അച്ഛന്റെ 350 പുറമെ ജന്മി വല്ല 2-3 ഒക്കെ തരേണ്ടി വരും. വല്ലപ്പോഴും ഒരു സിനിമ, ഹോട്ടലിൽ നിന്നൊരു ചായ. ഹോട്ടൽ ചായ വേണ്ട. ഹെഡ് ഓഫീസിന്റെ സാങ്ഷൻ ഇല്ല. ഒരു സ്റ്റവ്, ചായപ്പൊടി, പാൽ ടിന്ന്, മണ്ണെണ്ണ, ഇതൊക്കെ വാങ്ങാൻ കുറച്ച് മൂലധനം വേറെ തരും. പിന്നെ സിനിമ മാസത്തിലൊന്ന്. 2 ആയിക്കോട്ടെ, അത് സമ്മതം. അതിനൊരു വകുപ്പുണ്ട്. ഇവിടെ വരുമ്പോ കഥ വള്ളിപുള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞുതരണം. ഇനി വല്ല സംശയങ്ങളുണ്ടോ കുട്ടി? നിന്റെ അടുക്കളപ്പണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എനിക്കിന്ന് ഉറങ്ങാൻ പാടില്ല. അതറിയില്ലേ? എന്ത് വിശേഷം? ശിവൻ 3-ാം തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ച ഒരു വിദ്വാനുണ്ട്. പുള്ളിയെ ഒന്ന് ജീവിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക്. തിരുവാതിര. നാളത്തെ വ്രതം വേറെ. കാമദേവനല്ലേ മൂപ്പര്? കുറച്ചു മുമ്പ് ഇവിടെ എവിടെയൊക്കെയോ കറങ്ങി നടക്കണേ. അമ്മാവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ.
എനിക്ക് സമയമായി. എണ്ണക്കുപ്പി, അച്ചാറ്, കായ വറുത്തത് എല്ലാം വെച്ചിട്ടുണ്ട്. പോകുമ്പോ എല്ലാം എടുത്തോണ്ട് ഞാനൊരു പോണം. 11 ഇറങ്ങും. അടുത്ത മാസം 2 ലീവുണ്ട്. വേണ്ട, 2-3 ദിവസത്തെ ലീവിന് വരണ്ട. വെക്കേഷന് വന്നാ മതി. ജന്മിയുടെ കൽപ്പന പോലെ പണച്ചിലുമല്ലേ യാത്ര. അതുകൊണ്ടല്ല, ആ സമയം കൂടി പഠിക്കാലോ. കത്തെഴുതണം. ആ എനിക്ക് വേറെ കത്തെഴുതണം. അമ്മാവിനുള്ള കത്തിന്റെ അടിയിൽ അമ്മുക്കുട്ടിക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു എന്നൊരു വാചകം ഉണ്ടായ പോരാ. അതിന് എക്സ്ട്രാ ചിലവ് വന്നാല് 6 പിച്ചിക്കത്തി. പോയി വരും. കാശിന്റെയും പണത്തിന്റെയും കണക്ക് ഞാൻ തമാശ പറഞ്ഞതാണ്. അവിടെ കഷ്ടപ്പാടുണ്ടാവരുത്. എന്താവശ്യം വന്നാലും എനിക്ക് എഴുതണം. ഞാനുള്ളപ്പം ഒരു ബുദ്ധിമുട്ടും വരരുത്. ഇല്ല, വരില്ല. കത്തെഴുതാം. നിനക്ക് സ്കൂളില്ലേ? 9:30 പോവായി. രാജേട്ടന്റെ പെട്ടിയും സാധനങ്ങളും വെക്കായിരുന്നു. എന്താണോ ഈ നിലാവത്ത് കോഴിയെ അഴിച്ചു വിട്ട പോലെ എന്ന് പറയാറേ ഉള്ളൂ. ദേ ഈ അവസ്ഥ തന്നെ. താൻ പതിവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ശകലം മിനിങ്ങിയോ? ഏയ്, നാട്ടിൽ നിന്ന് വന്നൊരു കത്ത് വായിച്ചിരിച്ചു പോയതാ. ഒരു ബിയർ അടിക്കാൻ വേണ്ടി ബാറിൽ കയറി. അപ്പൊ 3 പ്രൊഫസർമാർ ഓട്ടേനെ തടയപ്പി. സാറന്മാരെ സൽക്കരിക്കാനുള്ള വക ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റ മുങ്ങല്. ഒന്ന് മതിയാക്കണോ? പ്രേമലേഖനമാണെങ്കിൽ കൂടി എത്ര വട്ടം വായിക്കാം? പിന്നെ പ്രേമവും മണ്ണാങ്കട്ടെ. നീ ഒന്ന് വായിച്ചോളൂ. നീ വായിച്ചോടാ, ഞാൻ കേൾക്കാം. ആകാശവാണി രായിരനെല്ലൂർ കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. വായിക്കുന്നത് അമ്മക്കുട്ടി. 3 ജനനങ്ങൾ, ഒരു വിവാഹം, ഒരു ആത്മഹത്യാശ്രമം എന്നിവയാണ് കഴിഞ്ഞ 3 മാസത്തിനകത്തെ സംഭ്രമജനകങ്ങളായ സംഭവങ്ങൾ. മരിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന ശ്രീ ചാത്തു നായരുടെ നിര്യാണത്തിൽ ജനപ്രതിനിധികൾ ദുഃഖം രേഖപ്പെടുത്തി. തൽസ്ഥാനമേറ്റെടുത്ത ശ്രീ കുട്ടിനാരായണനെ ദേശവാസികൾ സ്വാഗതം ചെയ്തിരിക്കുന്നു. വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോയവർ അന്താരാഷ്ട്ര നാണയനിധിയുടെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതാണെന്ന് രാജ്യസഭ പ്രമേയം പാസാക്കി. ആഭ്യന്തര വകുപ്പിന് അവരെ പറ്റിയുള്ള ഉത്കണ്ഠ അറിയിക്കാൻ രാഷ്ട്രത്തലവൻ ഗൃഹഭരണ വകുപ്പിന്റെ മന്ത്രി ഷൈലോക്കിനെ ചുമതലപ്പെടുത്തി. സ്വപ്നം കാണൽ, 3-ാംകട പുസ്തകങ്ങൾ വായിക്കൽ, പകലുറക്കം എന്നിവ മാറ്റിവെച്ച് മുഴുവൻ സമയം രാഷ്ട്രസേവനത്തിനിറങ്ങുവാൻ പ്രസ്തുത യുവാക്കളോട് മന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു. സ്പോർട്സ് മുറ്റമടിക്കാരി ചീരുവിന്റെ ടീമിനെ ഭർത്താവായ കശ്മലൻ നാണുവിന്റെ ടീം കയ്യാങ്കളിയിൽ ദയനീയമായി തോൽപ്പിച്ചു. ക്യാപ്റ്റൻ ചീരു ചില്ലറ പരിക്കലോടെ രക്ഷപ്പെട്ടു. അവസാനമായി കാലാവസ്ഥ. ഒടിമഴ പെയ്തത് കാരണം മത്താക്കുമ്പളം തുടങ്ങിയ കൃഷികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അമ്പലക്കുളത്തിലെ ജലവിധാനത്തിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. വാർത്തകൾ കഴിഞ്ഞു. ഫാന്റാസ്റ്റിക്. ഈ കത്തെഴുതിയ കക്ഷിയെപ്പറ്റി ഒന്ന് ഗസ് ചെയ്തേ. ചുമ്മാ ഒരു ഗസ് വർക്ക്. ഫലിത സാഹിത്യം എഴുതുന്ന പെണ്ണുങ്ങളില്ലല്ലോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഡിപ്ലോമ പഠിച്ചിട്ടാവണം. ഈ തടിച്ചവർക്കാണല്ലോ ഹ്യൂമർ. എലിമെന്ററി സ്കൂളിലെ ടീച്ചറാ കക്ഷി. ഷീസ് വണ്ടർഫുൾ. തന്റെ താൻ ഭാഗ്യവാനാണോ? ദേ, ഈ പെണ്ണുങ്ങൾക്കില്ലാത്തൊരു സാധനമാണ് നർമ്മബോധം. ലോകത്തെ നോക്കി ഒരു അല്പം ചിരി, അതുള്ള ഒരുത്തെ കിട്ടിയ പരമഭാഗ്യം. ഒന്ന് വലി. ഇടയ്ക്കല്ലേ ഈ ഒരു ദുശീലമെങ്കിലും ഈ അനിൽകുമാറിനൂടെ താമസിച്ച് പഠിച്ച ഒരുത്തിന് കിട്ടിയില്ലെന്ന് പറഞ്ഞാ മോശം. സൂര്യവംശത്തിന് ആകെ അപമാനം. വിശുദ്ധനാവാനല്ല, സാമ്പത്തികം വേണ്ടേ? ദാരിദ്ര്യം മാറുമ്പോ കുറേശ്ശെ തുടങ്ങണം. സമയം വരട്ടടോ. ഞാൻ 14 വയസ്സിൽ തുടങ്ങി. കാശുണ്ടായിട്ടല്ല. ഇമ്പാല ശങ്കരപ്പിള്ള എന്ന് പറയുന്ന എന്റെ ഫാദർ ഭയങ്കര ടെററാണ്. ആദ്യം ഇമ്പാല കാറായതുകൊണ്ട് ടൈറ്റിൽ. വീട്ടിൽ കാശുണ്ട്, പക്ഷെ തൊടിക്കത്തില്ല. മോഷ്ടിച്ചാണ് ആദ്യ സീർട്ട് വാങ്ങി വലിച്ചത്. അതൊരു വാശിക്ക്. അയൽവക്കത്ത് എന്റെ പ്രായക്കാരി പെൺകുട്ടിയുണ്ട്. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം എന്നുള്ള വാശി. കഥയിൽ പെണ്ണ് രംഗപ്രവേശം ചെയ്തപ്പോ അവൻ ഇൻട്രസ്റ്റ് ആയി. നിന്റെ കേസ് പോലെ പെറ്റ് വീണപ്പോഴേ നിന്റെ പേരിൽ വരവ് പിടിച്ച ലൈസൻസ് ഉള്ള പ്രേമമല്ല വിഷയം. ഞങ്ങൾ ഒരേ ഏജ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു 14-കാരന്. അറിയാമോ? കവി പാടിയിട്ടുണ്ട്. മരം തളിർക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒപ്പം മുളച്ചീടിന് വല്ലി പൂത്തു. അതിന് നീ കവിത വായിച്ചിട്ടുണ്ടേ? പ്രോബ്ലം ഊഹിക്കാം. മീശ കറപ്പിച്ച് യുവാവാൻ നോക്കി, പക്ഷെ കരി തേക്കാനുള്ള ഫൗണ്ടേഷൻ ഇല്ല. അപ്പോ ഞാനൊരു യുവാവ്, നിന്റെ കാമുകൻ ഇതാ അയൽവക്കത്ത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പുല്ലുപോലെ സീർട്ടും വലിച്ച് അവിടെ ചുറ്റുവട്ടത്തേർന്ന് കറങ്ങി. അത് കണ്ട് ആസ്വദിച്ച അവളല്ല, അവിടെ മുത്തശ്ശി. ആ തള്ള എന്റെ മുത്തശ്ശി തള്ളെടുത്ത് റിപ്പോർട്ട്.
ഫലം ഇമ്പാല ശങ്കരപ്പിള്ള സീമന്തപുത്രനെ ചാട്ടവാറുകൊണ്ട് അഹോരാത്രം ഓമനിക്കുന്നു. ഇപ്പോഴും അയലോകത്തുണ്ടോ കഥാപാത്രം? അവൾക്ക് 14 വയസ്സുള്ളപ്പം അവളെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു മുരടം പട്ടാളക്കാരൻ കെട്ടി. ലോകത്തോട് മുഴുവൻ രോഷം കൊണ്ട് ഞാൻ കല്യാണ വീടിന് ചുറ്റും ചുരമാന്തി കൊണ്ട് നടന്നു. ഞാൻ പ്രേമിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരു 16-കാരൻ എന്ത് അർഹത? പക്ഷെ അവൾക്കറിയാമായിരുന്നു. കാഫ് ലവ് എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും കാണും ടീനേജില്. അല്ലല്ലോ, അവൾ ഇപ്പോഴും ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞ് അയാൾ ഉപേക്ഷിച്ച് തിരിച്ചെത്തി. ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം, പഴയതിനേക്കാൾ ആവേശത്തിൽ. അവൾ കാണരുത്, സംസാരിക്കരുത്, എഴുതരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കി. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഒരു കല്യാണം തെറ്റി പിരിഞ്ഞു വന്നവൾ ഇമ്പാല ശങ്കരപ്പിള്ളയുടെ ദാസന്റെ മകൾ. ദാസൻ എന്ന് വെച്ചാ? വെറും ദാസൻ തന്നെ, കാര്യസ്ഥൻ. തന്റെ വീട്ടുകാർക്കറിയോ? സംശയമുണ്ട്. പക്ഷെ ഞാൻ ഇത്ര സീരിയസ് ആണെന്ന് അവർക്കറിയില്ല. ചെറുക്കനൊരു നേരം പോക്ക്, പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്, അതും ഭർത്താവ് ഉപേക്ഷിച്ചവൾ. അപ്പൊ ഒരു തമാശ എന്നൊക്കെ കരുതിയിട്ടുള്ളൂ. പക്ഷേ 14 വയസ്സിൽ കത്തി തുടങ്ങിയ തീ ഇപ്പോഴും കെടാതെയുണ്ട്. എന്ത് ചെയ്യും? പേര്? ഇത്രേ സുന്ദരമായ ഒരു പേര് ലോകത്ത് ഒരൊറ്റ പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. സിന്ധു. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പഠിപ്പുള്ളവർ, കാശുള്ളവർ. പക്ഷേ നത്തിങ്. മനസ്സിൽ അവളെ ഉള്ളൂ, സിന്ധു. ഞാൻ എന്ത് ചെയ്യും? ആർ യു വെരി സീരിയസ്? യെസ്. ആകെ നമുക്കൊരാഴ്ചയേ ഉള്ളൂ. അത് മനുഷ്യന്റെ ആഗ്രഹം പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം? മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണോ അവനവന്റെ കല്യാണം? ചിയേഴ്സ് നിന്റെ അമ്മക്കുട്ടിക്ക്. ഷീ ഈസ് ഫാന്റാസ്റ്റിക്. ചിയേഴ്സ് എന്റെ സിന്ധുവിന്. ഷീ ഈസ് ഓൾസോ ഫാന്റാസ്റ്റിക്. ചിയേഴ്സ്. അല്ല, രാജേട്ടനെന്താ ഒരു കത്ത് പോലും അയക്കാതെ പെട്ടെന്ന്? ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. അച്ഛനെവിടെ? രാവിലെ ഗുരുവായൂർ പോയതാ. തൊഴുതു മുടങ്ങ് വഴി ആരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. വൈകിട്ടെത്തും. രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണമെന്ന് വെച്ചാല് ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. മതി, ലൈബ്രറി പുസ്തകങ്ങളാ. കുറച്ച് നോട്ട്സ് എഴുതി വെക്കായിരുന്നു. അമ്മാവൻ ഇനിയിന്ന് വരില്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് ബസ്സും പോയി. നിനക്ക് പുതിയ പ്രാദേശിക വാർത്തകളൊന്നുമില്ലേ? വെളിച്ചാവുന്നു, സന്ധ്യയാവുന്നു. വേറെ എന്തുണ്ടാവും ഇവിടെ? നിന്റെ കത്തുകൾ ചിലതൊരു ഫ്രണ്ടിന് വായിച്ചു കൊടുക്കും. എന്തിന്? എനിക്കിത് ഇഷ്ടമല്ല. അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞങ്ങൾ ഒരു മുറിയിലെ താമസം. അനിൽ. അവനൊരു കുടുക്കിപ്പെട്ട് കിടക്കുക. നല്ലൊരുത്തനാ. ചില കത്തില് ഞാനും നിനക്ക് എന്തൊക്കെയോ ഭ്രാന്തുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വല്ല ദിക്കിൽ ഇട്ടുകളല്ലേ? അച്ഛനെങ്ങാനും കണ്ടാൽ. ലണ്ടൻ ഗോപുരത്തിൽ കോഹ്നൂർ രത്നമൊക്കെ വെച്ച സ്ഥലത്ത് ഭദ്രമായി സ്വർണ്ണ പേടകത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പപ്പം അരുത്, അങ്ങനെയൊന്നും പാടില്ല. ഏയ്, കഥ പറഞ്ഞു തന്നിട്ടില്ല. നല്ല കുട്ടിയായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. നിന്റെ അടുത്ത് എപ്പോഴും ചീത്തക്കുട്ടിയാണ്. എന്റെ എല്ലാ ചീത്തങ്ങളും സഹിക്കേണ്ടി വരുമല്ലോ നിനക്ക്. നമ്മൾ എപ്പോഴാ പോവാന്ന്? തിരക്കുണ്ടെങ്കിൽ നിനക്ക് അമ്മയുടെ കൂടെ പോവായിരുന്നില്ലേ? ഇതൊരു ശല്യമായല്ലോ. ആരെ കൊണ്ടാ ശല്യം? രാജേട്ടനും പോയി. ഇവിടെ ആരും ഇല്ലെന്നാ വന്നാള് പറഞ്ഞത്. ഞാൻ മോനെ കൊണ്ടാണോ അച്ഛന് ശല്യം? നിനക്കെന്നെ അറിയോ? പഠിക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. നളിനെ ഞാൻ കണ്ടിട്ടില്ല. അകത്തുണ്ടല്ലോ. വന്നിട്ട് പോയി. എന്തോ അവിടെ ഒരു അത്യാവശ്യം. തിരിച്ചു വരും. വാ. നീ വന്നല്ലോ, സമാധാനം. ഒക്കെ മാറി എണീറ്റ് നടക്കാറാവും. ഒന്നും പേടിക്കണ്ട. തുണി നനച്ച് മേലൊന്ന് തുടയ്ക്കണം. കുട്ടിനാരായണം മാറ്റി കിടത്തുമ്പോ പ്രാണം പോവാണ്.
എല്ലാവരും വന്നു, ഹാജര് തന്നു, പോയി. തിരക്കുകാരല്ലേ? എനിക്കൊരു തിരക്കുമില്ല, ഞാനുണ്ടാവും ഇവിടെ. ഉപകാരത്തിന് അവസാനം അവളെ ഉണ്ടാവുള്ളൂ, എനിക്കറിയാം. സമാധാനമായിട്ട് കിടക്കൂ, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആ അടുപ്പത്ത് അരി കഴുകിയിട്ടുള്ളൂ. പാവക്കായ ഉപ്പേരിക്ക് പാകത്തിന് നുറുക്കണം. ഞാൻ മേല് മുറുക്കി തുടപ്പിച്ച് വരുമ്പോഴേക്ക് കൂട്ടാന്റെ കഷ്ണം നുറുക്കി വെക്കുകയും വേണം. ഉണ്ണാറായോ? ഇപ്പാവും, ഇത്തിരി നേരം കൂടെ കളിച്ചോളൂ, അപ്പളേക്ക് റെഡി. ചീരിനോട് ഇരുന്നാലേ അരിഞ്ഞു ചിടിക്കാൻ പറയൂ. വൈകുന്നേരം പലഹാരം ഉണ്ടാക്കി തരാം. കുട്ടികളുള്ളതല്ലേ, അവർക്ക് ഇടനേരം വല്ലതും കഴിക്കണ്ടേ? വേറെ കുട്ടികൾ ആരുമില്ല, ഇവിടെ ഞാനേ ഉള്ളൂ. നീയുണ്ട്, പിന്നെ നിന്റെ അച്ഛനും ഉണ്ട്. അപ്പൊ 2 കുട്ടികളായില്ലേ? മേലൊക്കെ കണ്ടാ മതി. എത്ര ദിവസമായി തേച്ചു വിളിച്ചിട്ട്. എനിക്ക് നീന്താൻ പഠിപ്പിച്ചു തരുമോ അമ്മച്ചോറിയമ്മേ? മുത്തച്ഛന്റെ ദണ്ണം മാറട്ടെ. അമ്മച്ചെറുമ്മയ്ക്ക് ഇപ്പൊ തിരക്കല്ലേ? കുട്ടിയാരനേട്ടാ, ഞാനിന്ന് കുളത്തിൽ പോയി വരാം. അമ്മാവിന്റെ ഇടയ്ക്ക് ഒരു ശ്രദ്ധ വേണം. രാജേട്ടൻ മാത്രമേ ഉള്ളൂ. നല്ല നല്ല ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. മൂപ്പർക്ക് മരിക്കാനേ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ അങ്ങോട്ട് വിളിക്കോ ചെയ്യോ? അതുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? രാജേട്ടൻ പോകുന്നവരെ വിളിച്ചതും പറഞ്ഞാൽ കേൾക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഞാൻ എവിടെ പോവാൻ? എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ഇപ്പൊ വീടുകളിൽ വെച്ചല്ല കല്യാണം, അമ്പലങ്ങളാ. എന്നാ പ്രസവത്തിന്റെ ഒരു റൂട്ട് ഉത്സവം, പേറ്റിച്ച് വിളിക്കുക, കണിയാനെ പോയി കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ ഒരു റൂട്ട് ഉത്സവം അതുണ്ടോ? അതൊക്കെ ഇപ്പൊ നേഴ്സിംഗ് ഹോമില്ല. നല്ല നല്ല മരണങ്ങളാശ, അതും കഷ്ടിയ. കുറെ കാലത്തിന് ശേഷം ഒത്തു കിട്ടിയായിരുന്നു ഇത്. ഇതാശ ഇങ്ങനെ ഗതി കിട്ടാത്ത കാലാണ് കുട്ടിയെ. വാമോനെ, തിരുമ്പാൻ വല്ലതും ഉണ്ടോ? ഇല്ല. അമ്മ എങ്ങോട്ടാ പോണേ? എവിടെ പോയാലെന്താ? വരുമ്പോ കുട്ടിക്ക് എന്തൊക്കെ കൊണ്ടുവരും? ബാക്കി എല്ലാവരല്ലേ ഇവിടെ മോനെ നോക്കാൻ. ഞാൻ ബോർഡിങ്ങിൽ പോകൂല. ബോർഡിങ് എന്താ? നല്ല സ്ഥലമല്ലേ, കളിക്കാൻ എത്ര കുട്ടികളാ. പിന്നെ വെക്കേഷൻ ഇങ്ങോട്ട് വരാലോ. നമുക്കിവിടെ സുഖമായിട്ട് കളിക്കാം. നല്ല കുട്ടിയായിട്ടിരുന്നാലേ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കൂ. ഇങ്ങോട്ട് വരാൻ ഇഷ്ടാ? അമ്മച്ചിറമ്മ ഇഷ്ടായോ? എന്നെ അമ്മച്ചോറിയമ്മയുടെ സ്കൂളിൽ ചേർത്താ മതി. ഏയ്, അവിടെ കുട്ടിക്കൊന്നും പറ്റില്ല. കുട്ടിക്ക് നല്ല ടൈയും കോട്ടും ഒക്കെ ഇട്ട് പോണ നല്ല സ്കൂളില്. ബാവക്കുട്ടൻ, ചെറിയ മിന്നി ബാവക്കുട്ടനെ വിളിക്കും. അങ്ങനെ വിളിക്കണ ഇഷ്ടാണോ? ആ പേരാണ് രസം അല്ലേ? അമ്മ ചെറിയമ്മ എന്നൊക്കെ നീട്ടി വിളിക്കുന്നത് ബാവക്കുട്ടിന് കഷ്ടമാവില്ലേ? നമ്മൾ രണ്ടാളും മാത്രമായി ഓരോന്ന് കളിക്കുമ്പോ അമ്മ എന്ന് വിളിച്ചാ മതി. മറ്റേത് മമ്മി. ഞാനും അമ്മ തന്നെയല്ലേ? വിളിക്കില്ലേ? അങ്ങനെ വിളിക്കില്ലേ? ഇനി അമ്മ 10 എണ്ണുമ്പോഴേക്ക് ബാവക്കുട്ടന് ഉറങ്ങോ? നോക്കട്ടെ. 1 2 3 4 5 6 7. ഉറങ്ങി. ഞാൻ രാജാത്തെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്താം. ഉറങ്ങട്ടെ. പാതിരാക്ക് ഉറക്കത്തിലിടയ്ക്ക് എഴുന്നേറ്റിരിക്കും. അപ്പം തട്ടി കൊടുത്താൽ മതി. അവനിഷ്ടമല്ല, എന്നാലും ബോർഡിങ്ങിലാക്കേണ്ടി വരും. അടുത്ത് നളിനി പോവാണല്ലോ. എങ്ങോട്ട്? മോനെന്തോ പറഞ്ഞു. പോകുന്നത് അമേരിക്ക. പഠിപ്പ്, ഗവേഷണം, കൂട്ടത്തിൽ ഉദ്യോഗവും. എത്ര ദിവസം? ദിവസമല്ല, 2 കൊല്ലം. തുടക്കത്തിൽ ചിലപ്പോൾ നീണ്ടുപോകും. അപ്പോൾ അപ്പോഴെന്താ, ഞാനിവിടെ തന്നെ.